ഞാൻ ഈ സാധനം കൊടുന്ന് കിട്ടാ. കാരണം ഇന്നലെ എത്രാം തീയതി 12-ാം തീയതി അല്ലേ, വെള്ളിയാഴ്ച. എൻ്റെ ബാറ്ററി ഇന്നലെ ഈ ബാറ്ററിയാണ് കളവ് പോയത്. ഇത് പുതിയ ഇപ്പം ഇന്ന് മേടിച്ചതാണ്. ഇന്നലെ തന്നെ മേടിച്ച് രാത്രി കടടക്കാണ്ട് മുന്നേ. ഇപ്പം ഞാൻ ഈ സാധനം എൻ്റെ ബുദ്ധിക്ക് വെച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് വെച്ച് നോക്കട്ടെ എന്താ പാടെന്നുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഗ്യാസ് വെൽഡിങ് ചെയ്യണം. ഇവിടെ എൻ്റെ വെൽഡിങ് അവിടെ ഉണ്ട്, പക്ഷെ ഓന് ഗ്യാസിൻ്റെ വെൽഡിങ് അല്ല. അപ്പോൾ ഇത് ഓനെ മറ്റേ വെൽഡിങ്ങാണ്. ആ വെൽഡിങ് ഇത് തകരത്തിൻ്റെ ആണ്. അപ്പോൾ അത് ഓട്ടാവും. അപ്പോൾ ഞാൻ ഈ ഇവിടെ ഗ്യാസ് വെൽഡിങ്ങിന് ദാദർ ആ വഴിക്ക് പോകണം. അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് ചെയ്ത് നോക്കട്ടെ. കാരണം അങ്ങനെ ഒരു ഓരോ മുതൽ കളവ് പോകുമ്പോണ്ടല്ലോ തലേൻ്റെ ഉള്ളിലേക്ക് നല്ല ബുദ്ധി ഇങ്ങനെ വരും. അത് ഭയങ്കര സംഭവം തന്നെയാണ്. കാരണം ഇതുവരെയൊക്കെ തലച്ചോറിൻ്റെ ഉള്ളിലേക്ക് ബുദ്ധി കയറിയില്ല. ഇപ്പോൾ 4000 ഇവിടെ മുതലാണ്ട് പോയപ്പോൾ ബുദ്ധി ഇങ്ങനെ വരൽ തുടങ്ങി. കാരണം ഇനിയെങ്കിലും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഇങ്ങനെ വണ്ടി നിർത്തി വെച്ചാൽ കണ്ടില്ലേ, ഇവിടെ അല്ല ബാറ്ററി. ഇങ്ങനെ നിർത്തി വെച്ചാൽ ബാറ്ററി കളവ് പോയിരുന്നില്ല. പക്ഷേ വണ്ടിയുടെ ഫ്രണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് ആ സൈഡാക്കിയിട്ടാണ് നിർത്തിയത്. ഇവിടെ അല്ല നിർത്തിയത്. വണ്ടി ഇപ്പോൾ ഒന്ന് ഇവിടെ നിർത്തിക്കുക. അവിടെ തന്നെ കട കാണുന്നത് കണ്ടില്ല. അങ്ങനെ അവിടെ കൊണ്ടിട്ടാണ് നിർത്തിയത്. അങ്ങനെ ഏതോ നായിൻ്റെ മക്കൾ വന്നത്. ഇനി പറഞ്ഞതിനങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതിനൊരു കാര്യമില്ല. വേഗം ഷോർട്ട് വീഡിയോ ആണ് ഇതാണ് സംഭവം. എന്തായാലും ഞാനത് ഫിറ്റ് ചെയ്തിട്ട് ഞാനിതിൻ്റെ കൂടെ വീഡിയോ ഇന്ന് എപ്പോഴാണ് വീഡിയോ ജുമാനസ്കാരം കഴിഞ്ഞിട്ട് സാധാരണ വീഡിയോ. കാരണം എല്ലാവരോടും പറയുന്നുണ്ട്, എൻ്റെ ഇപ്പോൾ ഈ വെട്ടിവണ്ടിയുള്ള എല്ലാവരോടും പറയുന്നുണ്ട്. കാരണം വെച്ചാൽ കുറച്ച് ചില്ലറ പൈസ 100 രൂപ 200 രൂപ പോയാലും മടിയില്ല. നിങ്ങളോട് പ്രത്യേകിച്ചും പറയാണ്, ഈ വീഡിയോ ഈ വണ്ടി ഉള്ളവർക്ക് ഷെയർ. ഈ വണ്ടി 4 വീലിൻ്റെ ടമ്പുണ്ടല്ലോ ടാറ്റയുടെ, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്താളി. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും ലോക്ക് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ചില്ലറ പൈസ വരുള്ളൂ. കാരണം ഈ 4000-5000 രൂപ മുതൽ പോയാൽ ഇന്നലെ നല്ല മീൻകറി ഉണ്ടാക്കിയിട്ട് 2 വറ്റി ചോറ് അയച്ചു. കാരണം ഇത് ഇറങ്ങണില്ല. ഈ പണ്ടാറം സംഭവം ഇത് പോയപ്പോൾ പറിച്ചോ വേറെ റഹ്മത്ത് തന്ന്. ഇന്നിപ്പോൾ ഒരു 3 തെങ്ങ് അവിടെ തോട്ടത്തിൽ പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് 3 തെങ്ങുണ്ട്, അതിമത്തെ ഇളഞ്ഞിനും കൊണ്ടേക്കോ എനിക്കൊരു 1200 ഉറുപ്പ്യം തരാമെന്ന്. അപ്പോഴും എനിക്ക് അതിമേയും ലാഭമില്ല. ഇപ്പം ഇന്നലെ 7 തെങ്ങുണ്ട്, അതിമത്തെ ഇളഞ്ഞിനും കൊണ്ടേക്കോ പൈസ തരൂലായിരുന്നു. അത് മൊത്തം കൊണ്ടേക്കോ. അപ്പോൾ ഒരു സ്ഥലത്ത് കൂടെ പോകുമ്പോൾ വേറെ സ്ഥലത്ത് കൂടെ കിട്ടുന്നുണ്ട്. പക്ഷെ അതല്ലല്ലോ നമ്മൾ അത് കിട്ടിക്കോട്ടെ. പക്ഷെ ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. കാരണം ഈ തെങ്ങിൻ്റെ മുകളിൽ കുത്തിപ്പിടിച്ച് കയറുക. അവിടെ 4000 രൂപ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ 10,000 കിട്ടും, ചിലപ്പോൾ 1000 കിട്ടും, 500 കിട്ടും. പക്ഷേ നമ്മൾ കട്ടിട്ടുള്ള പരിചയമില്ലല്ലോ. നമ്മളൊരാളെ പറ്റിച്ച് നിന്നിട്ടുള്ള പരിചയം ആർക്കും ഇല്ല. അപ്പോൾ അങ്ങനത്തോൻ്റെ മുതൽ പോകുമ്പോൾ ഒരു ഭയങ്കര വിഷമമുണ്ട്. ഹൃദയം വേദനിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ഇന്നലെ സത്യം പറയാച്ചാൽ ഇന്നലെ ഉറങ്ങിയിട്ടില്ലായിരുന്നു. ഇന്നലെ 1 മണിക്കായിരുന്നു ഈ പന്നി ഏതോ നായിൻ്റെ മോൻ വന്നിട്ട് ഇവിടെ ബോംബെയിൽ നല്ല ശ്രദ്ധിച്ചുകൊണ്ടിട്ടാണ്. ബോംബെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കുമ്പിട്ടുന്നുണ്ടല്ലോ, ആ താഴത്തു കൂടെ അണ്ടി അരിഞ്ഞുകൊണ്ടോ അങ്ങനത്തെ നായിൻ്റെ മക്കളെ ഇവിടെ പോകരുത്. പന്നിയോട് ചെറുമ്പുളില്ലാത്ത സാധനങ്ങൾ ഞാനിവിടെ വെക്കുകയാണ്. ഞാനിനി ഇവിടുത്തെ ഫിറ്റ് ചെയ്തിട്ട് വെക്കാം. ഇത് ഞാൻ ഇവിടെ റൂമിൽ ഇവിടെ കടയിൽ ഇവിടെ ഇരുന്നിട്ട് ഞാൻ തന്നെ നേരാക്കേട്ടാ. ഇത് ശരിയാക്കി. ഇതിവിടെ ആണിയിട്ട് മുറുക്കി. ഇതിമ 2 ആണിയിട്ട് ഇനി 2 കൂടി ഇടാണ്ട്. ഓക്കെ, ഇതാ സംഭവം കണ്ടില്ല നിങ്ങൾ. ഇനി ഇത് ഇവിടുന്ന് തുറന്ന് മറ്റേന്താ പറയുക, ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ടിട്ട് ഈ സാധനം ഇതിട്ടിട്ട് തുറക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇത് തുറക്കുകയാണ്. ഇത് തുറക്കുമ്പോൾ കണ്ടില്ല, ഇതിങ്ങനെ പോകും. അതിൽ എന്നിട്ടാണ് ഈ ബാറ്ററി വെക്കണത്. കണ്ടില്ലേ, ഇതൊക്കെ കാണിച്ചു തരികയാണ്. ഇപ്പം കണ്ടില്ലേ, അതിനാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. ഇനി ഇതുണ്ടാക്കിയിട്ട് പിന്നെ ഇതുണ്ടല്ലോ, ഇത് പുറത്തുനിന്നാണ് ലോക്ക് ഉണ്ടാക്കുക. കാരണം അത് പുറത്തേക്ക്, കാരണം എല്ലാം കൂടി 2 അകത്തുണ്ടാക്കിയാൽ ബുദ്ധിമുട്ട്. ബാറ്ററി പോകുന്നിടത്ത് ലോക്ക് ഉണ്ടാക്കുകയാണ്. എന്തായാലും ഞാൻ സ്റ്റോപ്പാക്കി പിടിക്കട്ടെ. മാഷാ അല്ലാ, ശരിയായിട്ടാ. ഇന്ന് വെള്ളിയാഴ്ച, ഒന്ന് 12-ാം തീയതി. എന്താണ് അതുകൊണ്ട് കാണി എൻ്റെ ബുദ്ധിക്ക് വെച്ചിട്ട് ഞാൻ ചെയ്തത്. ഇതിപ്പോൾ ഗ്യാസ് വെൽഡിങ് ചെയ്യിക്കുക വെച്ചാൽ അവർക്ക് എന്തായാലും 150-200 രൂപ കൊടുക്കണം. പക്ഷേ ഞാൻ എന്ത് ചെയ്തറിയോ, ഇത് പുറത്തു കൂടെ ഈ ആണി നമ്മൾ പുറത്തു കൂടെ വെക്കുന്നെങ്കിൽ ഈ ആണി കെട്ടേക്കും അവർ. മനസ്സിലായില്ല? അപ്പം ഞാൻ എന്ത് ചെയ്ത്, നമ്മളിപ്പോൾ ഇങ്ങനെ പുറത്തു കൂടെ വെച്ചിട്ട് ഇവിടെ ഇറക്കുമ്പോൾ ഇവിടുന്ന് ആണി കെട്ടേക്കും. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഇത് അകത്തേക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഇവിടെയും പിടിച്ചിട്ട് ഇങ്ങനെ റിട്ടേൺ ആക്കി. അപ്പം ഇനി ഇവിടുന്ന് ആണി കെട്ടേക്കാനുള്ള ഒരു ചാൻസ് കിട്ടൂല. അപ്പോൾ ഇതൊക്കെ എൻ്റെ ബുദ്ധിക്ക് വെച്ച് കളിച്ചാട്ടാ. ഇനി ഇത് അവിടെയാണ് ബാറ്ററി ഉള്ളത്. ഇനി അത് അവിടെ അടക്കാൻ പോവുകയാണ്. ഇനി ഇവിടെയാണ് സംഭവം. ഇനി ഇവിടെ അടച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇതേമാതിരി ഇതല്ല, ഇത് കുറച്ച് വലുത് ചെറുത് കൊണ്ടുവരാൻ പോവുകയാണ്. ഇത് കൊടുന്നിട്ട് ഇവിടെ ഇങ്ങനെ ലോക്കാക്കാനുള്ള പരിപാടിയാണ്.
എന്നാലും നോക്കുക, ശ്രമിക്കുക. കക്കാൻ വിചാരിച്ചവനക്കിപ്പോൾ ഇതൊന്നല്ല, ഓനിപ്പോൾ അതിനും വലുതും കക്കും. ആ പോയി കക്കാൻ വിചാരിച്ചവനക്ക് എങ്ങനെയും കക്കാം. എന്നാലും നമ്മൾ ഒരു കണ്ണിനൊരു മറാന്നാണ് പറഞ്ഞിരിക്കണത്. അപ്പം നമ്മളൊന്ന് ശ്രമിച്ച് ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ ഇനിയുള്ള തവക്കലത്തോ അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ പിന്നെ സ്കൂളിലും പോയിട്ട് ഞാൻ മദ്രസയിലും പോകാത്ത, പഠിപ്പും വിദ്യാഭ്യാസമൊന്നും എനിക്കില്ല. നിങ്ങളെ മാതിരി നല്ല അറിവും കാര്യങ്ങളും ഇതൊന്നുമില്ല. എനിക്ക് ഈ കുർട്ടുബുദ്ധി ഇങ്ങനെ ഇപ്പോൾ ഈ മരുത്തിമാട്ട് അപകടം പിടിച്ച മരുത്തിമാട്ട് കയറുമ്പോൾ ആ ബുദ്ധി സ്വയം അങ്ങോട്ട് കടക്കുമ്പോൾ ബുദ്ധിൻ്റെ വരും. കാരണം ആ ശരിക്കും ബുദ്ധി കിട്ടണ എപ്പോഴാണ് അറിയാം, ആൾക്കാരിൽ നിന്ന് അടി കിട്ടുമ്പോൾ. ഇപ്പോൾ പലയിടത്തും അടി കിട്ടിയിട്ടുണ്ട്. തെങ്ങുമ്പോൾ തേങ്ങ വീഴുന്ന സമയത്ത് അറിയാതെ പെട്ടെന്ന് വീണിട്ട് ബൈക്കുമൊക്കെ വീണിട്ടും കാറുമൊക്കെ വീണിട്ടും അടി വരച്ച് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അടിയും ഇതൊക്കെ കിട്ടുമ്പോൾ ശരിക്കും തലച്ചോറിൽ ഇങ്ങനെ ബുദ്ധി വരണതാണ്. അത് എനിക്കൊരു സ്വഭാവമാണ്. പിന്നെ എനിക്ക് ഭയങ്കര എനിക്ക് ഈ മനസ്സിൽ വിഷമം വരാൻ പാടില്ല. അങ്ങനെ ഇപ്പോൾ പടച്ചോൻ്റെ വേണ്ടി കൂടെ കുറേ എവിടേക്ക് തെങ്ങ് കയറുന്നിടത്തൊക്കെ അള്ളാൻ്റെ വേണ്ടി കൂടെ കുറേ രക്ഷപ്പെടുന്നുണ്ട്. ചിലയിടത്തുനിന്ന് അടി കിട്ടിയിട്ടുണ്ട്. ഈ പൾസറിൻ്റെ മുകൾക്കൊക്കെ വീണിട്ടും പിടിച്ചിട്ടൊക്കെ ആയിട്ട് കാർമൊക്കെ വീണിട്ടൊക്കെ അടി കിട്ടിയിട്ടുണ്ട്. പക്ഷെ അടി കിട്ടുമ്പോഴും ഞാൻ എന്താ വെച്ചാൽ നാലോടത്തേക്ക് തിരിഞ്ഞു നോക്കും. ഇങ്ങോട്ട് സത്യം പറയണം. കാരണം നാലോടത്തേക്ക് തിരിഞ്ഞു നോക്കണം എന്താ വെച്ചാൽ നമ്മളെ പരിചയമുള്ള ആരും കണ്ടിക്കണോ ഇല്ല എന്നുള്ളൊരു നോട്ടാണ് ഞാൻ. അപ്പം പിന്നെ പരിചയമുള്ള ആർക്കായി കണ്ടിട്ടില്ലെങ്കിൽ കുറച്ച് സമാധാനമാണ്. മറ്റേതെന്താ വെച്ചാൽ ഒരു മോശമല്ല. കാരണം വെച്ചാൽ നമ്മൾ പണിയെടുക്കുന്ന സമയത്ത് ആരെങ്കിലും പിടിച്ച് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആൾക്കാരെ കഴിഞ്ഞാൽ എൻ്റെ ഒരു വില ഉണ്ട്, അത് നഷ്ടപ്പെടും. അപ്പം ഞാൻ പുറത്തുള്ള ആൾക്കാർ കണ്ടാലും കുഴപ്പമില്ല ഓരോ തോട്ടത്തിലേക്ക്. പിന്നെ സംസുക്കാർക്ക് പിന്നെ തേക്കായി. കാരണം എനിക്ക് അടിയിട്ടിട്ട് സംസുക്ക 2 സ്ഥലത്തു നിന്നൊക്കെ അടിയിട്ടിട്ട് സംസുക്ക കണ്ടിരിക്കണം. അത് സംസുക്കനെ പിടിച്ച് മാറ്റി. കാരണം ഈ തെങ്ങുമ്പോൾ കയറുമ്പോൾ തേങ്ങല്ല, ഉണങ്ങിക്കണ തേങ്ങല്ല, അത് പിന്നെ വീഴുമ്പോൾ അടി കിട്ടായിരിക്കില്ല. ചിലവരിപ്പോൾ എനിക്ക് ഇതൊക്കെ നഷ്ടപ്പെട്ടിട്ട് ചിലർ സന്തോഷിക്കുന്നവരുണ്ടാവും. അനക്കത് വേണം എനിക്ക്, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് വരാൻ പാടില്ല. കാരണം എനിക്കുണ്ടായ ഈ അനുഭവം നാളെ നിങ്ങൾക്ക് വരാതിരിക്കട്ടെ. കാരണം എനിക്ക് വന്നാലും പടച്ചവന് വേറെ വൈക്ക് കൂടെ അള്ള 10 രൂപ റഹ്മത്ത് വേറെ തരുന്നുണ്ട്. കാരണം എനിക്കിപ്പോൾ ഇന്ന് ഈ ബാറ്ററി പോയോട് കൂടിയിട്ട് ഇന്നൊരു 3 തെങ്ങ് കയറാനുള്ള പൈസയും കിട്ടി. ഇന്നലെ 7 തെങ്ങ് കയറാൻ വേണ്ടി ഒക്കെ ബുക്ക് ചെയ്തിട്ടൊക്കെയാണ്. സമയം കിട്ടുമ്പോൾ ഞാൻ പോകാമെന്നാണ് പറഞ്ഞിരിക്കണേ, വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്കെൻ്റെ പണി ഞാൻ പണം കൊണ്ടേ കെട്ടിയ തോട്ടത്തിൽ നിന്ന് മുതൽ പറിച്ചുകൊണ്ടിരാണ്ട് ഇഷ്ടം പോലെ. ഞാനിപ്പോൾ 22-ാം തീയതി എൻ്റെ കുട്ടികൾ വന്നാൽ 25-ാം തീയതി 26-ാം തീയതി അവർ നാട്ടിൽ പോകും. അവരെ കൂടെ ഒന്ന് 10 ദിവസം നാട്ടിൽ തന്നെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ പറിച്ച ഈ കോൺട്രാക്ട് എടുത്ത് തെങ്ങുണ്ടല്ലോ, അത് എത്രയും പെട്ടെന്ന് പലയിടത്തും പറിക്കണം. അല്ലെങ്കിൽ അവിടുന്ന് എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ നഷ്ടപരിഹാരം ഞാൻ കൊടുക്കേണ്ടി വരും. മറ്റേത് എനിക്ക് കുഴപ്പമില്ല, മറ്റേത് എന്നെ വിളിച്ച് പണിയെടുപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് എനിക്ക് വന്ന പോലത്തെ ഈ നഷ്ടം ആർക്കും വരാതിരിക്കട്ടെ. ബാറ്ററി ആയാലും എന്തായാലും സാധനം കളവ് പോകാതിരിക്കട്ടെ. പടച്ചവനോട് ദുആ ചെയ്യുക, അത്ര നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇനി കൂടുതലൊന്നും പറഞ്ഞില്ല. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇനി ഒന്ന് കുളിക്കാണ്ട് തെങ്ങ് കയറി വന്ന പാട് ഇപ്പോൾ ഇവിടെ വണ്ടി ചുടുവെള്ളത്തിൽ ചാടിയ പൂച്ച പച്ചവെള്ളം കാണുമ്പോഴും പേടിയാന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ വണ്ടി നിർത്താനും പേടിയായിക്കണം. ഒക്കെ പടച്ചവൻ്റെ അടുത്തുള്ളത്. 8 കൊല്ലമായി ഈ വണ്ടി. ബോംബെയിൽ ഈ വണ്ടി ഇങ്ങനത്തെ ഈ വണ്ടി ഉണ്ടല്ലോ മഞ്ഞ പെയിറ്റ്, ഈ നമ്പറുള്ള പെയിറ്റ് മഞ്ഞ, ഈ നമ്പറുള്ള പെയിറ്റ് ബോംബെയിൽ 8 കൊല്ലം ഓടാവുള്ളൂ. അതാണ് ഇവിടുത്തെ ഒരുവിധം കാറുകളൊക്കെയും കേരളത്തേക്കും പലയിടത്തേക്കും പോകണത്. ഈ ഇത് പല വണ്ടി ഉണ്ട്, വലിയ എന്താണ് എന്താണ് ഇന്നോവ വണ്ടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ബോംബെയിൽ 8 കൊല്ലം ഓടുള്ളൂ. അത് കഴിഞ്ഞാൽ ഇവിടെ ഈ ബോംബെ സിറ്റിയിൽ ഓടാൻ പാടില്ല. പിന്നെ താന, വാസി, കേരളത്തിലെ കർണാടകത്തിലൊക്കെ ഓടാം. അതാണ് ഈ ബോംബെയിൽ നിന്ന് വിടാതെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണത്. അതുപോലെ ഈ വണ്ടി 8 കൊല്ലം ഇത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയേണ്ടത്, നിങ്ങൾക്ക് ആരെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോളി. കാരണം ഞാനിത് വല്ലാതെ വണ്ടി വാടകയ്ക്ക് ഓടുന്ന വണ്ടിയല്ല. എൻ്റെ സ്വന്തം തെങ്ങുമ്പോൾ പോയിട്ട് ഞാനൊരു 10-20 കിലോമീറ്റർ, 30 കിലോമീറ്റർ, 40 കിലോമീറ്റർ പോയിട്ട് ഒരു ദിവസം പോയി വന്നാൽ ചിലപ്പോൾ ഒരാഴ്ചയിൽ 2 ദിവസം ലീവ് എടുക്കും. അപ്പോൾ ഈ വണ്ടിക്ക് ഒരു കേടില്ലാത്ത വണ്ടിയാണ്. ഞാൻ കൊടുത്തോടത്തോളം ആൾക്കാർക്ക് അള്ളാഹു റഹ്മത്ത് കൊടുത്തിട്ടുണ്ട്. ആ വണ്ടി കൊണ്ട് ഒരുപാട് ഫലം കിട്ടിയിട്ടുണ്ട് ആൾക്കാർക്ക്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൈ കൊണ്ട് വണ്ടി വന്നപ്പോൾ അവർക്ക് ഒരു നഷ്ടവും വന്നിട്ടില്ല, നല്ല 10 രൂപ കിട്ടി. കച്ചവടത്തിൽ അള്ളാഹു റഹ്മത്ത് കൊടുത്തിട്ടുണ്ട്. അത് സന്തോഷമുള്ളൂ. 10 രൂപ ഉണ്ടാക്കട്ടെ. പക്ഷേ ഞാൻ ആദ്യമായി ഒരു 10 രൂപ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഈ വണ്ടി കൊടുക്കുന്നത് 50,000 രൂപയ്ക്കാണ്. 8 കൊല്ലം പഴക്കമുള്ള വണ്ടി ഒന്നും അതിനത്ര ഒരു കേടില്ലാത്ത വണ്ടിയാണ്. അപ്പം ഞാനിത് കൊടുക്കുമ്പോൾ ഞാൻ പറയേണ്ടത്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയിക്കോളി. നാട്ടിൽ കേരളത്തിലെ രജിസ്ട്രേഷൻ ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് കാലം ഓടാം. പിന്നെ ഞാൻ സ്വന്തം ഓടിക്കണം, വേറെ ആൾ ഓടിക്കലില്ല. ഈ വണ്ടി കണ്ടിട്ട് കൈമാറാൻ പാടില്ല. അപ്പോഴാണ് വണ്ടിമ്മ പണി കിട്ടുക. നമ്മൾ സ്വന്തം ഓടിക്കുമ്പോൾ നമ്മളെ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരണമെങ്കിൽ ആ സ്പോട്ടിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. പിന്നെ ഒരുത്തൻ്റെ കൈയാണ് സർവീസായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഓനെ അത് കറക്റ്റ് അതിൻ്റെ ടൈമിന് വണ്ടിക്ക് ക്ലച്ചും ഗിയറൊക്കെ ചേഞ്ചാക്കി കൊടുക്കുമ്പോൾ ആ വണ്ടിയുടെ ലൈഫ് ഇൻഷുറൻസ് ഓടിക്കൊണ്ടിരിക്കും. ഒരാൾ മാത്രം ബൈക്കായാലും സ്കൂട്ടിയായാലും എന്തായാലും ഞങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറി കൊടുക്കലും വണ്ടി അത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ അറിയുമോ,
അതിൻ്റെയൊക്കെ പറയാച്ച ഒരുപാട് പറയാണ്ട്. എന്തായാലും ഞാൻ ഈ വണ്ടി കൊടുക്കണ്ടെങ്കിൽ ഇനിയിപ്പോൾ 2 കൊല്ലം കൂടി ഉള്ളൂ, 6 കൊല്ലം കഴിഞ്ഞ്. ഇനി 2 കൊല്ലം കഴിഞ്ഞാൽ വണ്ടി കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ആരെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ 50,000 രൂപ തന്നാൽ ഇവിടെ കൊടുത്താലും 50,000 കിട്ടുള്ളൂ, അതിൻ്റെ അപ്പുറമൊന്നും കിട്ടൂല. 50-55 കിട്ടി അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 50,000 ഇവിടുന്ന് കൊണ്ടുപോയിക്കോളി. വണ്ടിയിൽ ഒരു 4,000, 6,000, 5,000 രൂപ ഡീസൽ അടിച്ചു കഴിഞ്ഞാൽ കേരളത്തിലേക്കാണ്ട് എത്തും. കേരളത്തിലെ രജിസ്ട്രേഷൻ ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് അവിടെ ഒരുപാട് കാലം ഓടാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വെക്കുകയാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, 12 തീയതി എന്താണാവോ, 11 മാസമാണോ, 12/2025. ഇൻഷാല്ലാ ഇനി കൂടുതലൊന്നും പറഞ്ഞില്ല. ഇനി നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. വേണ്ടാത്തൊന്നും എഴുതണ്ട. എന്തിനാണ് ഈ വേണ്ടാത്തത്? ഇക്കാച്ച ലൈക്കും ഇല്ല. അത് 5-10 ലൈക്ക് കിട്ടുന്നുണ്ട്. അതെങ്കിലും അത് മതി. അൽഹംദുലില്ലാ. എന്നാലും 11,000 സബ്സ്ക്രൈബ് നിങ്ങൾ തന്നതാണ്. ഞാൻ നിങ്ങളെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വെക്കണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമസ്കാരം, നന്ദി. ഇതാ വണ്ടിക്ക് വേണ്ടിയിട്ട് ഇതാ ഈ ബൂട്ട് മേടിച്ച്, അതേപോലെ ഈ ഒരു ബൂട്ട് മേടിച്ച് ഇത് ഒന്നുകൂടി കൊണ്ടുപോവാണ്. അവിടെ രണ്ട് ഭാഗത്തിൽ ഫിറ്റ് ചെയ്യാണ്. അപ്പോൾ ആ ബാറ്ററി പോയതിൻ്റെ ശേഷം ഇപ്പോൾ ഞാൻ എന്തെല്ലാം ചെയ്യണമെന്ന് അറിയും. ചില ബാൻകിത് എന്തെല്ലാം. അപ്പോൾ ആ ബാറ്ററി പോയതിൻ്റെ ശേഷമാണ് ഇപ്പോൾ തല്ലുള്ളിക്ക് ബുദ്ധി കയറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉറങ്ങി നീച്ച് അസർ നിസ്കരിച്ച് ഇനിയിപ്പോൾ ഒരു ഭാഗത്ത് ഞാൻ നേരാക്കിയിട്ടുണ്ട്. ഇനി വേറെ സൈഡ് കൂടെ നേരാക്കാൻ പോവുകയാണ്. അത് കൂടി കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ഒക്കെപ്പാടെ വീഡിയോ വിടും. എപ്പോഴാണ് വീഡിയോ എന്ന് പറയുമ്പോൾ വിടും, കുറച്ച് കഴിഞ്ഞാൽ വിടും. കാരണം 4,000 10,000 രൂപയായി. 4,000 8,000 രൂപ മുതലാണ്. നമ്മൾ 4,000 രൂപ ബാറ്ററി പോയി. എന്നിട്ടിപ്പോൾ വേറൊരു ബാറ്ററി വെച്ച് മേടിച്ച് ഇനിയെങ്കിലൊന്ന് സുരക്ഷയായി നോക്കാൻ നിൽക്കുകയാണ്. എന്തായാലും ഇവിടെ കട്ടാക്കി പിടിക്കട്ടെ. ഉറങ്ങി നീച്ച് വന്ന് ഇതിപ്പോൾ നേരത്തെ രാവിലെ ഉണ്ടാക്കിയതാണ്. ഇത് ഇവിടെ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകട്ടാ. എന്നിട്ട് അതും കൂടി വീഡിയോ എടുത്തിട്ട് വേഗം വിടാം. മാഷാ അല്ലാഹ് 12 തീയതി ഡിസംബർ 12/12/2025 വെള്ളിയാഴ്ച ദിവസം ഇതാ ഞാനിത് ചെയ്ത് ഇത് അകത്തുനിന്ന് ലോക്ക് ഉണ്ടാക്കി. അല്ലെങ്കിൽ കാരണം ഇവിടെയാണ് ബാറ്ററി ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവരോടും പറയണേ, ഗുഡ്സ് വണ്ടി ഉള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്യുക. അവനാൻ ചെയ്താൽ മതി. ഇതിപ്പോൾ ഒരാള് ഇപ്പോൾ ഇതാ ഞാൻ രാവിലെ അത് ചെയ്തിട്ടാണ് പോയി, സമയം ഒരുപാട് പിടിച്ച്. എന്നിട്ട് പിന്നെ പോയിട്ട് കിടന്നു ഉറങ്ങി. അസറസ്കാരം കഴിഞ്ഞ് വന്ന് നാസ്തക്ക് കഴിച്ച് ഇപ്പോൾ അതാ ഇതിൻ്റെ പണി കൂടി തീർത്ത്. അപ്പോൾ അവിടെ ഒരു പൂട്ടുണ്ടാക്കി. ഇതാ ഇത് കുറച്ച് നല്ല വില കൂടിയ പൂട്ടാണ്. ഇതൊരു കമ്പ്യൂട്ടറിൻ്റെ പൂട്ടാണിത്. ഇത് 150 റുപ്യ, അത് 50 റുപ്യാണ്. അത് മതി, അകത്തേക്കുള്ളത് 50 മതി, പുറത്തുള്ളത് നല്ല പൂട്ട്. ഇതാ പടച്ചോനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവേ ഇനി ഇടങ്ങറാക്കല്ല അള്ളാഹ്. കാരണം ഇന്നലെ രാത്രി 11-ാം തീയതി ഇലക്ഷൻ്റെ സമയത്ത് അവിടെ എല്ലാവരും ഇലക്ഷൻ നടക്കുമ്പോൾ ജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഞാൻ തോറ്റുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ബാറ്ററിയാണ് കട്ടുണ്ടായി. അള്ളാഹുവേ ഇനി ഇത് അടക്കാൻ പോവാണ്. ഞാൻ എൻ്റെ സ്വന്തം ബുദ്ധിക്ക് വെച്ചിട്ട് ചെയ്തതാണ്. ഇല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരാളെ വിളിക്കണമെങ്കിൽ 300-400 റുപ്യ കൊടുക്കേണ്ടി വരും. അവൻ്റെ ഫിറ്റിംഗ് ചാർജും അവൻ വെൽഡിങ് ചെയ്യും, ഗ്യാസ് വെൽഡിങ് ചെയ്യും. അപ്പോൾ ഞാൻ സ്വയം എൻ്റെ ബുദ്ധിക്ക് വെച്ചിട്ട് ഞാൻ ചെയ്തൊരു സംഭവമാണ്. ഇനി ഇത് അടക്കാൻ പോവാണ്. അള്ളാഹു കഴിഞ്ഞ് മുതൽ കത്തായിരിക്കട്ടെ. അള്ളാഹുവിൻ്റെ കാവലുണ്ടാവട്ടെ റബ്ബെ പടച്ചോനെ. ഉദുബില്ലാഹിമിന ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാൻ. അള്ളാഹു ഇത് അടക്കാൻ. അള്ളാഹു അക്ബർ. ഇത് ആദ്യമായിട്ട് ഇനി ഇത് കൂട്ടിടാൻ പോകട്ടെ. ഞാൻ ഇട്ടിട്ടില്ല, ആദ്യമായിട്ട് ഇടാൻ പോവാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് ടൈറ്റാക്കിങ്ങനെ കേട്ടോ. കാരണം ഇത് ലൂസാക്കാൻ പാടില്ല. കാരണം നമ്മൾ വാഹനത്തിൽ പോകുമ്പോൾ പെട്ടെന്ന് ടൈറ്റ് ആയിരിക്കൊണ്ടാണ്. കണ്ടില്ലേ? അപ്പോൾ ഇത് കുറച്ച് ടൈറ്റായി. ഇനി ഇത് വെക്കാൻ പോവാണ്. ഇനി ബിസ്മില്ലിട്ട് വെക്കട്ടെ കർച്ചന. ഇനി 4,000 രൂപ ബാറ്ററിയാണ് കളവ് പോയത്. 18 മാസം ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. ഈ ബാറ്ററിക്ക് ഗ്യാരണ്ടി ഇല്ല. ഇതും നല്ല കമ്പനി എക്സലിൻ്റെ ഗ്യാരണ്ടി കാർഡ് ഇല്ലാത്ത കാരണം എനിക്ക് തന്നതാണ്. അപ്പോൾ ഞാൻ അത് വെക്കാൻ പോവാണ്. ബിസ്മില്ലാഹിർ റഹ്മാൻ. കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ പുറത്ത് പൂട്ടായി, അവിടെ അകത്തേക്കുള്ള പൂട്ടായി. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ആണ്. 12-ാം തീയതി 12-ാം മാസം 2025. എനിക്കുണ്ടായ പോലെ ആർക്കും വരാതിരിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വെക്കുകയാണ്. നിങ്ങൾ കമൻറ്റ് എഴുതിക്കോളി. വേണ്ടാത്ത കമൻ്റ് ഒന്നും എഴുതണ്ട. കാരണം ഞാൻ നിങ്ങളാരും ദ്രോഹിക്കണമെന്ന് വെച്ചാൽ ഒരാൾ 1 റുപ്യ നിങ്ങളെ വാങ്ങി തിന്നാനല്ല, നിങ്ങളെ പൈസക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യല്ല. പക്ഷേ എനിക്കുണ്ടായ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കണം. കാരണം എന്ന് വെച്ചാൽ 10 റുപ്യ കിട്ടുമ്പോൾ 20 റുപ്യ ചിലവാണ്. എനിക്ക് 10 റുപ്യ പോയാലും റബ്ബ് വേറെ വഴിക്ക് കൂടെ 20 തരുന്നുണ്ട്. പക്ഷേ ഇന്നെപ്പോലെ എല്ലാവർക്കും കിട്ടണില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ ജീവിത ചരിത്രങ്ങളുമായി ഞാൻ ഇനിയും ഇവിടുന്ന് പലതും പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ മനസ്സിലൊന്നും ഇരിക്കില്ല. എനിക്ക് 10 റുപ്യ കിട്ടിയോ അതും പറയും, പോയതും പറയും. 5,000 കിട്ടിയോ അതും പറയും, 50,000 കിട്ടിയാലും പോകും, 50 കോടി കിട്ടിയാലും ഞാൻ പറയും. കാരണം ഞാൻ സ്കൂളിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഉസ്താദിൻ്റെ അടി കൊണ്ടിട്ട് വന്നതാണ്.
ചെറിയ കുട്ടിയാവുമ്പോൾ ഒന്നീന്ന് വെല്ലൊന്നീക്ക് ജയിച്ചപ്പോൾ സദർ ഉസ്താദ് വാവല്ലേര് കാടഞ്ചേരിയുള്ള ആ പാവം ഒന്നും അറിയാത്ത ഉസ്താദ് മണ്ണ ഡ്രമ്മ് മറിച്ചിട്ടപ്പോൾ ഇന്നെ പിടിച്ച് അടിച്ചതാണ്. അപ്പോൾ ഞാനല്ല മറിച്ചിട്ടത്, അതിന് ഇന്നെ അടിച്ച് ആ പൊടിവടി കിട്ടോളം അടിച്ച് ഞാൻ മിണ്ടാണ്ടെന്നേന്. ആരാടെ മണ്ണെണ്ണ മറിച്ചിട്ടെന്ന് വെച്ചപ്പോൾ ഞാൻ മിണ്ടിയില്ല, എനിക്ക് അറിയണില്ല, അന്ന് കുട്ടിയാ. അപ്പോൾ ഒന്ന് മറച്ചു വെച്ച കാരണം ഇപ്പം ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ എല്ലാ വരികളും ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ഞങ്ങൾ ആരെയും വേദനയ്ക്ക് നിന്നോട് പൊരുത്തപ്പെടുക. ഇപ്പോൾ ഇതിന് 2 പൂട്ടായിട്ടാണ്. ഇതൊരു പൂട്ട്, ഇത് കമ്പനിയുടെ പൂട്ട്. മാഷാ അല്ലാഹ്, നിങ്ങൾ നല്ല അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എഴുതി. ഞാൻ ഇന്നലെ ഞാൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിരുന്നു ഒരു രാത്രി സമയത്ത്. അങ്ങനെയാണ് ചെറുക്കൻ പറഞ്ഞ് വണ്ടി കാലിയാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് കറി ഉണ്ടാക്കി. പിന്നെ അങ്ങനെ പോയിട്ട് വണ്ടി കൊടുത്തിട്ട് ഇവിടെ കടയിൽ കൊടുത്ത് നിർത്താൻ വേണ്ടി വന്ന് നോക്കുമ്പോൾ ബാറ്ററി കട്ടുണ്ടേ വണ്ടിയുടെ. എന്താ നിങ്ങളോട് പറയുക. അപ്പോൾ ഞാൻ ഇന്നലെ കറി ഉണ്ടാക്കിയ വീഡിയോ എടുത്ത് വിടാനുള്ള മൂടൊന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ 2 വറ്റി ചോറ് കഴിച്ചത്. കണക്ക് ചോറ് ഇറങ്ങണില്ല. ആ മുതൽ പോയപ്പോൾ മനസ്സിന് വല്ലാത്തൊരു വേദന അനുഭവപ്പെട്ടു. ഇതൊക്കെ ഇന്നലെ എഴുതി കൊടുന്ന് വെച്ചതാ. ഇതൊക്കെ ഇന്നലെ എഴുതി കൊടുന്ന് വെച്ചതാണ്. 20 തല തിരിച്ചിട്ടാണ് ഇങ്ങനെ ഫ്രണ്ട് വീഡിയോ കാരണം തല തിരിച്ചിട്ടാണ് 30 ഉറുപ്പിയുടെ തേങ്ങ, 40 ഉറുപ്പിയുടെ തേങ്ങ. എന്തായാലും ഇൻഷാ അല്ലാഹ് ഒന്ന് മഗ്‌രിബ് വാങ്ങിക്കൊടുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പള്ളിയിലേക്ക് പോവുകയാണ്. എൻ്റെ വീഡിയോസുകളൊക്കെ കാണണം. എന്തായാലും ഒരു മൂന്ന് തെങ്ങ് കയറാനുള്ള രാവിലെ ഇന്ന് വെള്ളിയാഴ്ച അതും എനിക്കൊരു ഭാഗ്യം കടന്നു വന്ന്. പിന്നെ 2 ദിവസം മുന്നേ ഒരു 7 തെങ്ങ് കയറാം, 7, 8, 9 തെങ്ങുണ്ട്. അതിമത്തെ ഇളന്നിനൊക്കെ പറിച്ചുകൊണ്ടേക്കുമായിരുന്നു. അവർ പൈസ ഒന്നും തരില്ല. മറ്റേ 3 തെങ്ങ് കയറിനോടത്തുനിന്ന് ഒരു 1200 ഉറുപ്പിക കിട്ടും ചെയ്യും. 3 തെങ്ങിമത്തെ ഇളനീനും കിട്ടും. മറ്റോടത്ത് 8-9 തെങ്ങിട്ടാണ്. ഞാൻ അതിൻ്റെ വീഡിയോസ് എടുത്ത് വിട്ടുതരാം. പക്ഷേ നമ്മളെ വഴി നന്നാക്കി വെക്കുക, പടച്ചോൻ കൂടെ ഉണ്ടാവും. നമ്മൾ നല്ല വഴിക്ക് കൂടെ പോയാൽ മതി. ആരും പറ്റിച്ച് തിന്നുക പിടിക്കുക ഒന്നും വേണ്ട. അള്ളാഹ് തരും. അള്ളാഹ് പടച്ചോൻ, ഞാൻ പറയില്ല, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാ മതക്കാർക്കും പടച്ചോൻക്ക് അള്ളാഹിൻ്റെ കണ്ണിൽ അള്ളാഹ്ക്ക് എല്ലാവരും മക്കളാണ്. നമുക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ പലതരത്തിലും ചിന്തിക്കണം. അത് ചിന്തിക്കണ്ട. നമ്മളെല്ലാവരും ഒരുപോലെ കാണും. മരിക്കുന്നത് വരെ, നമ്മൾ റൂഹ് പിരിയുന്നത് വരെ മറ്റു ആരും എന്തെങ്കിലും പലതരത്തിലും കണ്ടോട്ടെ. പക്ഷെ നമ്മൾ കാണണ്ട. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. ഞാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എനിക്കെല്ലാവരും വേണം മരിക്കുന്നത് വരും. ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്തായാലും എനിക്കൊരു ഭാഗത്തു കൂടെ നഷ്ടം വരുമ്പോൾ വേറൊരു ഭാഗത്തു കൂടെ പടച്ചോൻ തരുന്നുണ്ട്. ആ തെരുവ് എനിക്ക് എല്ലാവർക്കും കൊടുക്കട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വെക്കുകയാണ്. ഈ മറ്റേ കുറേ വീഡിയോസുകളൊക്കെ ഇതിൻ്റെ കൂടെ എഡിറ്റിംഗ് ചെയ്ത് കൂടിയാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും, നമസ്കാരം, നന്ദി, മാഷാ അല്ലാഹ്. पेटीएम पर 120 നല്ല തേങ്ങ അരച്ച കറി ഉണ്ടാക്കിയാണ്. അതിക്കിട്ട മീൻ ഇതാണ്. ഇത് പൊരിക്കാനാണ്. പിന്നെ ഞാനിത് ഇന്നലെ മിഞ്ഞാന്ന് മീൻ മേടിച്ച്. എന്നിട്ട് ഞാനും ഇവനും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടാളുള്ളൂ. പിന്നെ ഇത് കണ്ടമാനം മീൻ മേടിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യാനാണ്. അപ്പം 100-120 ഉറുപ്പിക മീൻ മേടിച്ച് 120 ഉറുപ്പിയൊക്കെ മീൻ മേടിച്ചിട്ട് ഇന്നലെ മിഞ്ഞാന്ന് കറി ഉണ്ടാക്കി. മിഞ്ഞാന്നുണ്ടാക്കിയപ്പോൾ കൂട്ടി ഇന്നലെ രാത്രിയും കഴിച്ച്. അങ്ങനെ ഇപ്പോൾ അതിൻ്റെ ബാക്കി മീൻ എടുത്തുവെച്ച്. എന്നിട്ട് അത് ഇന്ന് കറിയിലിട്ട് ഇതാ പൊരിക്കാനിതാ. വേറെ മീനുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് മസാല ഇട്ടൊക്കെ വെച്ചിട്ടുണ്ട്. വേറെ ചെറിയ മീനുണ്ടല്ലോ, വെട്ടളെന്ന് അറിയില്ലേ, ഇത്. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ മല്ലിച്ചപ്പ് ഇടാൻ പോവുകയാണ്. ചെറുതാക്കി അരിഞ്ഞിട്ട് നല്ല ടേസ്റ്റാട്ടാ. ഇതിന് ഞാൻ എങ്ങനെ പറഞ്ഞ് അവസാനിക്കേണ്ടതെന്ന് എനിക്ക് അറിയണില്ല. ഇന്ന് ഇലക്ഷൻ്റെ സമയമാണ്. ഇന്ന് എത്രാം തീയതി? 11-ാം തീയതിയാണ്. അപ്പോൾ ഇനി മല്ലിച്ചപ്പിട്ടിട്ട് ഇതൊന്ന് അടച്ചിട്ട് 10 മിനിറ്റ് കൊണ്ട് വെന്താ ഉഷാറാവും. പറയാൻ വാക്കില്ല. സുബ്ഹാനല്ലാഹ്, എങ്ങനെ ഇപ്പം ഇങ്ങോട്ടൊക്കെ ഇവിടെ കാണി. എന്താ മീൻ ഇത് ഉമ്മ കൂട്ടി കഴിഞ്ഞാൽ മോള് ചാടി കളിക്കും. മോള് ചാടി കളിക്കും. അത്രക്കും നല്ല സൂപ്പർ കറി അത്. ഈ പറയാൻ വാക്കില്ല. നമ്മുടെ വെക്കട്ടെ. ആ ബാറ്ററിയുടെ കൂടെ ഈ ബാളും കൂടി കളവ് പോയി. ഇന്നലെ ബാറ്ററി കളവ് പോയി എന്ന് അറിഞ്ഞില്ല. ഇതാണ് സംഭവം. ഇത് ഗൾഫിൽ നിന്ന് എൻ്റെ മൂത്താപ്പാടെ മോൻ കൊടുന്നതാ. ഇല്ല അംസുക, ബാറ്ററിൻ്റെ കൂടെ ഈ വാള് 2 ഉണ്ടായിരുന്നു. ഞാനിതെന്തായത് എൻ്റെ മറ്റേ പണിക്കാരന് വേണ്ടിയിട്ട് വണ്ടി തയ്ച്ചായിരുന്നു. ഞാൻ എന്തോരു ഭാഗ്യം കൊണ്ട് ഇത് കുറച്ച് ഒരാഴ്ച മുന്നേ മറ്റേ ഇവിടുന്നാണ്
ഇത് പുതിയ ബാറ്ററി ഇട്ടതാണ്. ഇതിൻ്റെ മുകളിൽ ഞാൻ ബാറ്ററി ഇങ്ങനെ വെച്ചിരുന്നായിരുന്നു. പക്ഷെ ഞാൻ ഉപയോഗിക്കുന്ന വാള് ഈ രണ്ടും ഇതിനുള്ളിൽ വെക്കൽ. പക്ഷെ എൻ്റെ പണിക്കാരൻ ചെറുക്കൻ മറ്റോ നാട്ടിൽ പോയപ്പോൾ മറ്റോന് ഇപ്പോൾ കടയിലിരിക്കുകയാണ്. എൻ്റെ കൂടെ ഇങ്ങനെ തെങ്ങുമ്പോൾ കയറണവന്. അപ്പോൾ ഓൻ്റെ വാള് ഞാൻ എൻ്റെ എന്തോ ഒരു പടച്ചോൻ്റെ വേണം കൊണ്ട് ആ ഡിക്കി ചെയ്താൽ അതിൽ കൊണ്ടുവച്ച കാരണം ഈ മുതൽ കിട്ടി. അല്ലെങ്കിൽ ഇതിവിടെ കിട്ടാൻ അത് സാമ്രോൻ്റെ ഈ കമ്പനിയുടെ സാധനം സാമ്രോയ് ഇത് മറ്റേ കിട്ടുന്നുണ്ട് ഡ്യൂപ്ലിക്കേറ്റ്. പക്ഷേ ഇതേ മറ്റേ ഒറിജിനൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഗൾഫിൽ നിന്ന് തന്നെ കൊടുത്തയക്കണം. അത് നല്ല സാധനമാണ്. ഈ കൊലൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരൊറ്റ വെയിലുണ്ട് വലിച്ചാൽ 2 വെയിലുണ്ട് വലിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പൊട്ടും. അങ്ങനെ ഞാൻ നിങ്ങളോട് സത്യം പറയുക, ഇന്നലെ ഞാൻ വണ്ടി എൻ്റെ പണിക്കാരൻ കുട്ടിയാ വണ്ടി കാര്യമാക്കിയത്. ഞാൻ കറി ഉണ്ടാക്കിയിട്ട് പിന്നെ വണ്ടി അവിടെ നിന്ന് കടറയുടെ കൂടെ നിന്ന് നിർത്താൻ വേണ്ടിയിട്ട് ചെന്ന് നോക്കുമ്പോഴാണ് എൻ്റെ ബാറ്ററി കളവ് പോയത്. അപ്പോൾ ഞാനെന്ത് ചെയ്ത് തുണി തെങ്ങുമ്മ കയറാൻ വേണ്ടി ഇന്ന് വെള്ളിയാഴ്ച രാവിലെ വന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കാണി തുണി ഇല്ലാതെ ഇപ്പോൾ തെങ്ങുമ്മ കയറണത്. ഇത് നിർത്ത് കാണിച്ചു കൊടുത്താണ്. ഉണ്ടോ ഈ കോലത്തിൽ ഞാൻ തെങ്ങ് കയറില്ല. കാരണം ഇതിങ്ങനെ വല്ല അണ്ണന്മാർ തെങ്ങുമ്മ കയറുന്ന പരിപാടിയാണ്. മൂപ്പർക്ക് മുണ്ടും ഇതൊക്കെ തുണി വേണം. തുണി ഇല്ലാഞ്ഞാൽ തെങ്ങുമ്മ കയറൂല. ഇതിപ്പോൾ തുണി ഒന്നുമില്ലാത്ത തരത്തിൽ കയറുന്ന പോലത്തെ ഒരു സംഭവമാണ്. കാരണം തുണി മറന്നതെന്ന് വെച്ചാൽ ആ ബാറ്ററി രാത്രി കളവ് പോയി. അതിന് ബാറ്ററി കടയ്ക്ക് വേഗം ഓടി. ഇല്ലെങ്കിൽ 8:30 മണിക്കുണ്ടായത്. എന്തോ ഒരു കടക്കാരൻ അടക്കിയായിരുന്നു. ആ അടക്കുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് കൊണ്ട് ഇതിനൊപ്പം ഇന്ന് എൻ്റെ പണി പോയിരുന്നു. നമ്മളെ ഒരു 3 മിനിറ്റ് ഉള്ളൂ. ഒന്നും കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടില്ല. ഇതാണ് സംഭവം. എന്തായാലും എല്ലാവരും ഈ മൈതാന്റെ പേരും ഇത് കണ്ടോ? ഭയങ്കര മൈതാന്റെ പേരെന്ത് ഏതായാലും നമ്മൾ മൈതാൻ എല്ലാവരും ഇതിന് സംശയമാക്ക നിങ്ങൾ വരുമ്പോ ഇങ്ങനത്തെ വാള് കൊണ്ടിട്ടാ. ഷംസീറാക്ക കേട്ടില്ലേ? ഒരു വാള് കൊണ്ടെന്ന് കൊടുത്തേക്ക പാവത്തിന്. ഇന്നലെ വാള് കളവ് പോയി. നിങ്ങൾ പറഞ്ഞാളി. ഇനിയിപ്പോ ഒരെണ്ണുള്ളൂ വാള് കേട്ടാ. സമയായില്ലേ? ഓക്കെ. അത് സംശയമാക്ക വരുമ്പോ കൊണ്ടിട്ടാ. എനിക്ക് വാളില്ല, അതുകൊണ്ടാ പറഞ്ഞത്. നിങ്ങൾ ഒരിക്കലും മറക്കൂല. ആദ്യം ഇങ്ങനെ കയറുമ്പോൾ എൻ്റെ ജ്യേഷ്ഠനെ എനിക്ക് ഓർമ്മ വരികയാണ്. അസ്സലാമു അലൈക്കും. പടച്ചോനെ ഇത് എടുത്തുവെച്ച നന്നായിട്ടാ. അല്ലെങ്കിൽ കണ്ടല്ലോ ഇതും കൂടി പോയിരുന്നു അതിൻ്റെ കൂടെ. എന്നാൽ ആ രണ്ടാളാ പോണേ. രണ്ടാൾ തൊപ്പിയിടാ. സംശയത്തിന് വരും കാര്യം എന്തെങ്കിലും കിട്ടിയ വേഗം പറയണം. ആ രണ്ടാളാ പോണേ. അപ്പോൾ അയാളെന്താ പറഞ്ഞത്? നിങ്ങളെന്നെ പറയും. 3 തെങ്ങ് കയറാണ്ട് ഇങ്ങോട്ട് ഒരു വെളിച്ചത്തിൽ വെക്കി 3 തെങ്ങ് കയറാണ്ട് കാരണം. ഇപ്പം ഞങ്ങളിങ്ങനെ ഇന്ന് വെള്ളിയാഴ്ച ദിവസം നുണല്ല പറഞ്ഞത്. ഞാൻ ഈ കോലത്തിലാണ് തെങ്ങ് കയറുന്നത്. കാരണം എന്താ പറയുക, എൻ്റെ തുണി പോയി. എന്താ പറയുക, തുണി ആൾ ചിരിക്കണക്കാണ്. തുണി പോയി, ബാറ്ററിയും പോയി, പിന്നെ എൻ്റെ വാളും പോയി. ഇപ്പം തുണി പോയിട്ടില്ല, തുണി കടയിലുണ്ട്. കാരണം ഇന്നലെ മാനസികമായ വിഷമം. പക്ഷെ ഇപ്പം ഞാനതിങ്ങനെ വിഷമിച്ചിരിക്കുക. എൻ്റെ ബാറ്ററി പോയത് കാരണം ഈ വണ്ടിയുടെ ഉള്ളിൽ കിടക്കുമ്പോൾ എൻ്റെ ബാറ്ററിയാണ് ഓർമ്മ വരുന്നത്. പിന്നെ എൻ്റെ വാള് സംസിറാക്ക തന്ന വാള്, എൻ്റെ മൂത്താപ്പാടെ മോനെ, ഈ വാള് ഇവിടെ കിട്ടുന്നുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ആണ്, അത് പറ്റണില്ല. അങ്ങനെ ഇപ്പോഴും ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ വേദന അനുഭവപ്പെട്ടിട്ടേ. പൈസയുടെ പ്രശ്നമല്ല, പക്ഷെ ബാറ്ററി പോയത്. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ആ 2 മനുഷ്യൻ വന്നിട്ട് എന്താ പറഞ്ഞെന്നറിയോ? വെള്ളിയാഴ്ച ദിവസമാണ്, റബ്ബാണ് സത്യം, നുണല്ല പറഞ്ഞത്. ആ മനുഷ്യൻ പറഞ്ഞ് 3 തെങ്ങുണ്ട്, അതിനത്ര ഹൈറ്റില്ല. ഒരു തെങ്ങിൻ്റെ ഹൈറ്റ് ഇത്ര ഉള്ളൂ, പിന്നെ 2 തെങ്ങ് ചെറുതാണ്. അപ്പോൾ അയാളെന്താ പറഞ്ഞത്? അയിമത്തെ ഇളനീന് 3 തെങ്ങുമത്തെ ഇളനീ കൊണ്ടേക്കോ. പിന്നെ 1000 രൂപ 1200 രൂപ നമുക്ക് വേറെയും തരും. 3 തെങ്ങുമത്തെ ഇളനീ അത്യാവശ്യം പറിച്ചാൽ എത്ര രൂപ മുതലുണ്ടാവുന്നു? 8000 രൂപ 10,000 രൂപ മുതലുണ്ടാവും. അപ്പോൾ മുതൽ നഷ്ടപ്പെട്ടാലും ലാഭവും തരികയാണ്. ഇപ്പുറത്ത് കൂടെ ഒരു മുതൽ കളവ് പോയാൽ പടച്ചോന് ഹൗ ഡിയൂസ് യു ക്യാൻ ഗോൾ ഇൻ ദ വീറ്റ് ഇയർ ദ ഹെഡ്. എല്ലാം സുഖ കേൾക്കണ്ട. ഞാൻ പറഞ്ഞ ഒന്നുകൂടി പറഞ്ഞ ഞാൻ പറഞ്ഞ ഇംഗ്ലീഷാണ്. ഔട്ട്ഡോർ, അതായത് ഐ ആം ടു ഇയർ ഡിജൻസ് ബീച്ച്. നമ്മളെ വഴി നമ്മൾ നന്നാക്കി വെച്ചാൽ മതി. ഇപ്പം ഗോൾഡ് ഇൻ ദ ഫ്രഷ് ദിസ് ഇയർ ദ ഹാർട്ട് അറ്റാക്ക്. ഹൃദയത്തിന് അല്ല, ഹൃദയത്തിന് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയാം. നമ്മളെ ഹൃദയം നന്നാക്കി ഐ ആം ഹാർട്ട് അറ്റാക്ക് ഓഫ് ഇൻ ദ ഫ്രഷ്. ഹൃദയം നന്നാക്കി വെച്ച് ഐ ഗോൾ ഇൻ ദ ബീച്ച്. പടച്ചനോട് ചോദിച്ചാൽ ഐ ഗോഡ് ഒന്നും കൊണ്ടിരിക്കും. ഐ ഗോഡ് ഇതാ നമുക്ക് ഇയാൾ ചിരിക്കണ കാര്യം പറയുമ്പോൾ